മനസ്സിലാക്കുക. ഇപ്പോൾ കേസ് NIA ഏറ്റെടുത്തിരിക്കുന്നു. അപ്പൊ NIA എന്ന് പറയുന്നത് നേരത്തെ മുംബൈ അറ്റാക്ക് ഉണ്ടായതിനു ശേഷം പാർലമെന്റിൽ എല്ലാവരും ചേർന്ന് വോട്ട് ചെയ്തുകൊണ്ട് തീരുമാനമെടുത്ത സാധനമാണ് നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി. അപ്പൊ ഇപ്പൊ നിങ്ങൾ പരിശോധിച്ച് നോക്കുക, നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി മൊത്തത്തിൽ ഏറ്റെടുത്തിട്ടുള്ള കേസ് എത്രയാണ്? മൊത്തത്തിൽ ഏറ്റെടുത്ത കേസിലെ സിംഹഭാഗവും കേരളത്തിലെ 5-6 കേസുകളാണ്. എന്ന് വെച്ചാൽ ഇന്ത്യയിൽ ഏറ്റവും പ്രമാദമായ കേസുകൾ ഏതൊക്കെയാണ്? ഒന്ന്, കളമശ്ശേരിയിൽ ബസ് കത്തിക്കൽ കേസ്. 2, പാനായിക്കുളത്ത് പോസ്റ്റർ ഒട്ടിച്ചതിന് ശേഷം പബ്ലിക്കായി നടത്തിയിട്ടുള്ള സ്വാതന്ത്ര്യ സമരത്തിൽ മുസ്ലിങ്ങളുടെ പങ്ക് എന്ന സെമിനാർ. 3ാമത്തേത് വാഗമണിൽ നടത്തിയെന്ന് പറയപ്പെടുന്ന സിമിയുടെ ക്യാമ്പ്. 4ാമത്തേത് കോഴിക്കോട്ടെ ബസ് സ്ഫോടനം. ഇതെല്ലാം കൂടി ചേർത്താൽ എത്ര ആൾ മരിച്ചിട്ടുണ്ടോ? ഒരൊറ്റ ആളും മരിച്ചിട്ടില്ല. മാലേഗാവ് സ്ഫോടനം അതാരാ ആദ്യം നടത്തിയിരുന്നത്? അതിന്റെ അന്വേഷണം നടത്തിയിരുന്നത് കർക്കരെയായിരുന്നു, ഹേമന്ത് കർക്കരെയായിരുന്നു നടത്തിയിരുന്നത്. ഹേമന്ത് കർക്കരെ വളരെ മനോഹരമായി നടത്തി. പ്രഗ്യാ സിംഗ് എന്ന് പറയുന്ന പെണ്ണിനെ പിടിച്ചു. അങ്ങനെ നമ്മുടെ മനസ്സിലൊക്കെ വനിതാ ഭീകരവാദി എന്ന് പറഞ്ഞാൽ ഒരു ചിത്രമുണ്ടായിരുന്നു. അത് പ്രഗ്യാ സിംഗിന്റെ ചിത്രമായിരുന്നു. ഇപ്പോൾ അത് വളരെ മനോഹരമായി മാറ്റിയിരിക്കുന്നു. നമ്മുടെ ബോധമണ്ഡലത്തിൽ നിന്ന് വനിതാ ഭീകരവാദിയുടെ ചിത്രം പ്രഗ്യാ സിംഗിൽ നിന്ന് ഇപ്പോൾ സൂഫിയ മദനിയുടെ ചിത്രമാക്കി മാറ്റിയിരിക്കുന്നു. ഇങ്ങനെയാണ് മാധ്യമങ്ങൾ ഇമേജുകൾ സൃഷ്ടിക്കുന്നത്. വളരെ മനോഹരമായി ഇമേജിനെ മാറ്റിയെടുത്തിരിക്കുന്നു. അപ്പൊ NIA ഏറ്റെടുക്കുന്ന കേസ് എന്ന് പറഞ്ഞാൽ കൃത്യമായി രാഷ്ട്രീയ സ്വഭാവമുള്ള കേസുകളാണ്. കേരളത്തിൽ ഇടതുപക്ഷം ഭരിക്കുന്നു, മേലെ ഭരിക്കുന്നത് കോൺഗ്രസ്. അപ്പോൾ ഇടതുപക്ഷത്തെ ഒതുക്കാൻ വേണ്ടി NIA ഉപയോഗപ്പെടുത്തുന്നു എന്നത് വളരെ വ്യക്തമാണ് നമുക്ക് കാണാൻ സാധിക്കും. കേരളത്തിൽ തന്നെ ധാരാളം ആളുകൾ മരണപ്പെട്ട ഇതിലും ഗുരുതരമായ ധാരാളം കേസുകൾ ഉണ്ടായിരുന്നു. എന്തുകൊണ്ട് മാലേഗാവ് അത് ഏറ്റെടുക്കുന്നില്ല? എന്തുകൊണ്ട് മാലേഗാവ് സ്ഫോടനത്തെക്കുറിച്ച്, എന്തുകൊണ്ട് നാന്ദേഡിലെ സ്ഫോടനത്തെക്കുറിച്ച്, എന്തുകൊണ്ട് നേരത്തെ നാഗ്പൂരിൽ നടത്തപ്പെട്ടു എന്ന് പറഞ്ഞ RSS ആസ്ഥാനത്ത് നടന്ന സ്ഫോടനത്തെക്കുറിച്ച്, അഹമ്മദാബാദ് സ്ഫോടനത്തെക്കുറിച്ച് ഇതൊന്നും NIA ഏറ്റെടുക്കേണ്ടതില്ല. NIA ആകെ കൂടി ഏറ്റെടുക്കേണ്ടത് കേരളത്തിൽ ഇപ്പോൾ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുന്ന കേസുകൾ NIA ഏറ്റെടുത്തുകൊണ്ടിരിക്കുന്നു എന്ന് നമ്മൾ പറയുന്നു. അപ്പൊ ഇവിടെ കൃത്യമായ സ്വഭാവത്തിൽ ഒരു പ്രത്യേകമായ പാറ്റേണിൽ മാധ്യമങ്ങളെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് കാര്യങ്ങൾ നടക്കുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. മാധ്യമങ്ങളെ കുറിച്ചും നമ്മൾ ചില കാര്യങ്ങൾ മനസ്സിലാക്കണം. വർഗീയ ഫാഷിസം എന്നും ഉപയോഗപ്പെടുത്തിയിട്ടുള്ളത് പ്രോപ്പഗണ്ട അല്ലെങ്കിൽ പ്രചരണത്തെയാണ്. നമുക്കറിയാം, ഹിറ്റ്ലറിന് അതുപോലെയുള്ള ആളുകൾക്ക് ഗീബൽസ് എന്ന് പറയുന്ന മന്ത്രി ഉണ്ടായിരുന്നത് തന്നെ എന്തിനു വേണ്ടിയാ? പ്രൊപ്പഗണ്ടയ്ക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇന്ന് മാധ്യമങ്ങളാണ് ആ റോൾ ഏറ്റെടുത്ത് നടത്തുന്നത്. മാധ്യമങ്ങളിൽ IBക്ക് വേണ്ടി എഴുതുന്ന പ്രവീൺ സ്വാമിമാരുണ്ട്. പ്രവീൺ സ്വാമിമാർ എന്ന് പറയുന്നത് നേരത്തെ നമുക്ക് പുറമെ നിന്ന് എഴുതുന്ന ആളുകളായിട്ടായിരുന്നു മനസ്സിലാക്കിയിരുന്നത്. എന്നാൽ ഇപ്പോൾ അതിന്റെ കേരള പതിപ്പുകൾ കൂടി ഇറങ്ങിയിരിക്കുന്നു. കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് കോഴിക്കോട്ടെ ഇന്ത്യൻ എക്സ്പ്രസിന്റെ എഡിഷനിൽ വളരെ രസകരമായ ഒരു വാർത്ത വന്നു. എല്ലാ പത്രങ്ങളും എല്ലാ ചാനലുകളും ഇങ്ങനെ എഴുതിക്കൊണ്ടിരിക്കുകയാണല്ലോ. സൂഫിയ മദനി ഇവിടെ എറണാകുളത്തെ ജയിലിൽ നല്ല സുഖമായി ഉറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ചാനലിൽ സ്ക്രോൾ ന്യൂസ് വന്നുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ ഏറ്റവും അവസാനം കിട്ടിയ വാർത്ത അനുസരിച്ച് സൂഫിയ മദനി കുറ്റം സമ്മതിച്ചിരിക്കുന്നു. നാളെ കോയമ്പത്തൂരിലെ പോലീസ് ഇവിടെ എത്തി അവരെ വിചാരണ ചെയ്യുമെന്ന് പറഞ്ഞു. പിറ്റേ ദിവസം അവർ പറഞ്ഞു, ഞാൻ ആ സമയത്ത് ഉറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ വെള്ളിയാഴ്ച ഇന്ത്യൻ എക്സ്പ്രസിൽ കോഴിക്കോട് എഡിഷനിൽ ഒരു ന്യൂസ് വന്നു. തടിയന്റെ അവിടെ നസീർ പുതിയൊരു മൊഴി കൊടുത്തിരിക്കുന്നു. അദ്ദേഹം മൗലാന മൗദൂദിക്കും സയ്യിദ് കുത്തുബിനുമെതിരെ മൊഴി കൊടുത്തിരിക്കുന്നു എന്ന് പറഞ്ഞു. എന്നുവെച്ചാൽ മലയാളികളായിട്ടുള്ള പ്രവീൺ സ്വാമിമാർ, IB ഏജന്റുമാർ ഇപ്പോൾ നമ്മുടെ നാട്ടിൽ ഉണ്ടായിരിക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിലെ മാധ്യമ രംഗത്ത് നമ്മൾ അനുഭവിക്കുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി മാധ്യമ മേഖല പൂർണ്ണമായും സവർണ കേന്ദ്രീകൃതമാണ് എന്നുള്ളതാണ്. പൂർണ്ണമായും സവർണ കേന്ദ്രീകൃതമാണ്. അതുകൊണ്ട് തന്നെ ഇവരാരും ചോദ്യങ്ങൾ ചോദിക്കുന്നില്ല. ഫോൺ ടൈപ്പിലെ കണ്ടന്റ് എന്താണെന്ന് ഇവർ ചോദിക്കുന്നില്ല. മണി എന്ന യൂസഫ് മൊഴി മാറ്റി പറഞ്ഞു എന്തുകൊണ്ട് എന്ന് ഇവരാരും ചോദിക്കുന്നില്ല. പരപ്പനങ്ങാടിക്കാരനായ യൂസഫ് ഒരാഴ്ച മുമ്പ് പോലീസിന്റെ കസ്റ്റഡിയിൽ ഉണ്ടായിരുന്നു എന്നതിനെ കുറിച്ച് ഇവരാരും ചോദ്യങ്ങൾ ചോദിക്കുന്നില്ല. വാഗമൺ ക്യാമ്പ് 6 മാസത്തിന് ശേഷമാണ് ഗുജറാത്ത് പോലീസിനാണ് അത് ആദ്യമായി വിവരം കിട്ടിയത് എന്ന് പറഞ്ഞപ്പോൾ ഇത്രയും കാലം കേരളത്തിലെ എല്ലാ ചാനലുകാരും എവിടെയായിരുന്നു? പാനായിക്കുളത്ത് നടന്നതിനെ കുറിച്ച് ആരും മറ്റൊരു ചോദ്യം ചോദിക്കുന്നില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഞാൻ പറഞ്ഞു വരുന്നത്, ഇത് കൃത്യമായി സാമ്രാജ്യത്വം പ്ലാന്റ് ചെയ്ത പണിയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് ലോകത്താദ്യമായിട്ട് ഇന്ത്യയിലോ കേരളത്തിലോ അല്ല നടക്കുന്നത്. മറിച്ച് നിങ്ങൾ പരിശോധിച്ച് നോക്കുക, ഇറാഖ് അധിനിവേശം ഉണ്ടായ സമയത്ത് നിരന്തരമായി അന്തർദേശീയ മാധ്യമങ്ങളിൽ ഉണ്ടായിരുന്നത് ഇറാഖിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഇറാഖിന്റെ ഭാഗത്തു നിന്ന്, അതുപോലെ മുസ്ലിം അല്ലെങ്കിൽ ഉസാമ ബിൻ ലാദന്റെ ഒക്കെ നേതൃത്വത്തിൽ നടക്കുന്ന
നടക്കുന്ന സ്ഫോടനങ്ങളെ കുറിച്ച് നിരന്തരമായ വാർത്തയാണ്. 6 മാസത്തിന് ശേഷം റോബർട്ട് ഫിസ്കിനെ പോലെയുള്ള മാധ്യമ പ്രവർത്തകർ അവിടെ ചെന്നപ്പോൾ അവർക്ക് കാണാൻ സാധിച്ചത് ഈ AFPയുടെയും അസോസിയേറ്റഡ് പ്രസിന്റെയും ഒക്കെ ആളുകൾ ഈ റിപ്പോർട്ട് എഴുതിക്കൊണ്ടിരിക്കുന്ന എവിടെ വെച്ചാണ്? ടാങ്കിന്റെ പുറത്തിരുന്നു കൊണ്ടാണ്. അമേരിക്കൻ സൈനികരുടെ ടാങ്കിന്റെ പുറത്തിരുന്നു കൊണ്ടാണ് ഇവർ ഈ റിപ്പോർട്ടുകൾ എഴുതുകയും എന്നിട്ട് പടച്ചുവിടുകയും ചെയ്യുന്നത്. അപ്പോൾ ഒരേ സമയത്ത് ടാങ്കുമായി ഇറാഖിലേക്ക് യുദ്ധത്തിന് പോകുമ്പോൾ അതേ ടാങ്കിന്റെ പുറത്ത് മാധ്യമ പ്രവർത്തകരെയും കൊണ്ടാണ് പോകുന്നത്. ഇതേ പണി തന്നെയാണ് ഇവിടെയും നടന്നുകൊണ്ട്